നാഷണൽ ഹൈവേ 766 കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ അത് വയനാടിൻ്റെ മാത്രമല്ല മലബാറിൻ്റെ അതിപ്രധാനമായിട്ടുള്ള പാതയാണ്. വയനാടിൻ്റെ ഹൃദയധമനിയാണ് വയനാട് ചുരം ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ദേശീയപാത. അതിലെ ഓരോ ബ്ലോക്കും ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ അത് വയനാടിൻ്റെ എല്ലാ സാധ്യതകളെയും തകർക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. വയനാടിനെ സാമ്പത്തികമായും വികസനപരമായും ഈ ചുരത്തിലെ കുരുക്ക് വലിയ രീതിയിൽ പുറകോട്ടടിപ്പിക്കുകയാണ്. വയനാട് ജില്ലയുടെ ആരോഗ്യ വികാസത്തെ, മനുഷ്യ സമ്പത്തിനെ, വയനാട് ജില്ലയിലുള്ള ടൂറിസം മേഖലയെ, കാർഷിക മേഖലയെ, തൊഴിൽ മേഖലയെ, ഇതെല്ലാം തന്നെ ഇത് ഗുരുതരമായ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. വയനാടിന്റെ സാമൂഹ്യ ജീവിതക്രമത്തെ താളം തെറ്റിക്കുന്ന രീതിയിലാണ് നിലവിലുള്ള ചുരത്തിലെ കുരുക്ക് മുന്നോട്ട് പോകുന്നത്. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതിൽ പ്രശ്നമുണ്ടായതിന് ശേഷം പോലും ഇടപെടാൻ സംസ്ഥാന ഭരണകൂടവും ജില്ലാ ഭരണകൂടങ്ങളും ദയനീയമായി പരാജയപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രത്യക്ഷ സമരവുമായി ഇറങ്ങിപ്പുറപ്പെടാനുള്ള കാരണം. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ലക്കിടിയിൽ നടന്ന നിരവധി സമരങ്ങൾ, കലക്ട്രേറ്റ് പടിക്കൽ നടന്ന നിരവധി സമരങ്ങൾ, താഴെ അടിവാരത്ത് നടന്ന നിരവധി സമരങ്ങൾ, ലക്കിടി മുതൽ അടിവാരം വരെ പ്രക്ഷോഭ പദയാത്രയുമായി നടന്നതായ കാര്യം ഉൾപ്പെടെ നീണ്ട ഒരു സമര പരമ്പരകൾ അസംബ്ലിയിലെയും വിവിധ മീറ്റിങ്ങുകളിലെയും അപേക്ഷകൾ കൊടുക്കലും സംസാരിക്കുന്നതിന് പുറമെ നിരവധി നടത്തിയ ജനപ്രതിനിധികളാണ് ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ നിർഭാഗ്യവശാൽ താൽക്കാലിക പരിഹാരങ്ങൾ, സ്ഥിരം പരിഹാരങ്ങൾ, ഈ രണ്ട് ഓപ്ഷനും ഗവൺമെന്റിന് മുമ്പിലും ഭരണകൂടങ്ങൾക്ക് മുമ്പിലും വെച്ചിട്ടും ഇത് നടപ്പിലാക്കുന്നതിൽ ഗുരുതരമായ പാളിച്ചയാണ് നിലവിൽ സംഭവിച്ചിട്ടുള്ളത്. പതിനേഴ് 1/2023 വയനാട് ജില്ലാ കളക്ടറേറ്റിൽ കളക്ടറുടെ നേതൃത്വത്തിൽ നമ്മൾ എല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ച് സുപ്രധാനമായ ഒരു യോഗം നടന്നു. ആ യോഗത്തിൽ സുപ്രധാനമായ തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി രണ്ട് ജില്ലകളുടെ ഏകോപനം ഉണ്ടാകുന്ന കാര്യം ഉൾപ്പെടെ എല്ലാം തീരുമാനമെടുത്തു. ആ വർഷം മുതൽ തുടർച്ചയായി ഇത് നടക്കുക. ഗവൺമെന്റിൽ അഡ്രസ് ചെയ്ത് ഗവൺമെന്റ് തലത്തിലുള്ളതായിരിക്കുന്ന ഇടപെടലിന് ഞങ്ങൾ നേതൃത്വം കൊടുത്തു. അവിടെയും കുറെ കാര്യങ്ങൾ പറഞ്ഞു, തീരുമാനമെടുത്തു, നടപ്പിലായില്ല. പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിലെല്ലാം ഇത് പറയും, തീരുമാനമെടുക്കാമെന്ന് പറയും. എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാതെയും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെയും ഗുരുതരമായ അലംഭാവമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നു, ഈ രണ്ട് ജില്ലകൾ തമ്മിൽ ഏകോപനം നടത്താൻ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കും സംസ്ഥാന സർക്കാരിനും ഗുരുതരമായ പാളിച്ച വന്നു വയനാട്ടിലെ ഈ ഗതാഗത കുരുക്കിന്റെ കാര്യത്തിൽ. ഒമ്പതാം വളവിന്റെ മേലെ ഒരു പൊട്ടൽ ഉണ്ടായിട്ട് കലക്ടർക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ 3 ദിവസം എടുത്തു.
ഒന്ന് മേലോട്ടൊന്ന് കയറി വരാൻ. ഞങ്ങൾ അന്ന് ചോദിച്ചിരുന്നു, കോഴിക്കോട് കലക്ടർക്ക് പാസ്പോർട്ട് വേണോ എന്ന് ചോദിച്ചിരുന്നു. ഇപ്പോഴും സമാനമായ സാഹചര്യം തുടരുകയാണ്. ഓണം സീസൺ നമുക്ക് നഷ്ടപ്പെട്ടത് 9ാം വളവിലെ ആ പൊട്ടലാണ്. വയനാടിന്റെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീസ് നേരിട്ട അതിജീവനത്തിനിടയിൽ നേരിട്ട വലിയ പ്രതിസന്ധിയായിരുന്നു. ദയനീയമായ പരാജയമായിരുന്നു ഏകോപനം. ഇപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ വരികയാണ്. ആ സീസൺ വരുമ്പോ ചുരത്തിലെ ഗതാഗത കുരുക്ക് നേരിടുകയാണ്. ഒരു ഫെസ്റ്റിവൽ സീസൺ വരുമ്പോ അതിന് മുന്നൊരുക്കം നടത്താൻ എന്ത് നടപടിയാണ് സംസ്ഥാന ഭരണകൂടവും ജില്ലാ ഭരണകൂടങ്ങളും ചെയ്തത് പറയണം. ഇവർ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോ ക്രിസ്മസ്, ന്യൂ ഇയർ, വിഷു, ഓണം, ചെറിയ പെരുന്നാൾ, ബലിപെരുന്നാൾ ഉൾപ്പെടെ, ദീപാവലി ഉൾപ്പെടെ, അതുപോലെ വയനാടിനെ സംബന്ധിച്ച് പൂജ ഹോളിഡേയ്സ് ഉൾപ്പെടെ അതിപ്രധാനമായിട്ടുള്ള സമയങ്ങളിൽ എന്ത് മുന്നൊരുക്ക പ്രവർത്തനമാണ് ഗതാഗത ക്രമീകരണത്തിൽ ഇവർ ചെയ്തത്? ഒന്നും ചെയ്തില്ല. വീക്കെൻഡുകളിൽ, വെള്ളി, ശനി, ഞായർ ഒരു ഗതാഗത ക്രമീകരണം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് ചെയ്തില്ല. പീക്ക് അവേഴ്സ് ഉണ്ട്, ആളുകൾ യാത്ര ചെയ്യുന്ന പീക്ക് അവേഴ്സ്. ആ പീക്ക് അവേഴ്സിലെ ക്രമീകരണം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് ചെയ്തില്ല. എല്ലാ കാര്യത്തിലും ഗുരുതരമായിട്ടുള്ള പാളിച്ച വന്നു. അസംബ്ലിയിൽ ഉൾപ്പെടെ നിരന്തരം ആവശ്യപ്പെട്ടതാണ്, ഈ ജില്ലാതല ഏകോപനത്തിന്റെ മീറ്റിംഗിലടക്കം തീരുമാനമെടുത്ത ഘടകമാണ്. TDC മീറ്റിംഗ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട മീറ്റിംഗുകളിൽ ആവശ്യപ്പെട്ട് തീരുമാനമെടുത്തതാണ് ക്രെയിൻ സർവീസ് അടിയന്തരമായ ഇവാക്യുവേഷൻ മെക്കാനിസം ഉണ്ടാവണം. ഞങ്ങൾ ചോദിക്കുന്നു, അടിവാരത്തും ലക്കിടിയിലും 2 കൺട്രോൾ റൂമുകൾ. ആ കൺട്രോൾ റൂമുകൾ വയർലെസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സംവിധാനത്തെയും പൊതുജനങ്ങളെയും ബന്ധപ്പെടുത്തി ഒരു സംവിധാനം രൂപപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ചെയ്തില്ല. ഒരു മൊബൈൽ ഇവാക്യുവേഷൻ മെക്കാനിസം, മെക്കാനിക്കൽ ഡിഫക്റ്റ് വണ്ടികൾക്കുണ്ടാകുമ്പോ ആ മെക്കാനിക്കൽ ഡിഫക്റ്റ് കൈകാര്യം ചെയ്യാൻ ഒരു മൊബൈൽ മെക്കാനിക്കൽ സംവിധാനം ക്രെയിൻ സർവീസ് ഉൾപ്പെടെ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു. തീരുമാനമെടുത്തു, നടപ്പിലായില്ല. ഒരു തീരുമാനവും വയനാടിന്റെ ക്രൂഷ്യലായ ഈ പ്രശ്നത്തിൽ ഒരു തീരുമാനമെടുത്തില്ല. എന്തിനേറെ പറയുന്നു, 4-5 മണിക്കൂർ ആളുകൾ കിടക്കുമ്പോ ഒരു താഴെയും മേലെയും 2 കൺട്രോൾ സെന്റർ ഉണ്ടെങ്കിൽ അവിടെ പച്ചവെള്ളം ശേഖരിച്ച് അവിടെ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാമായിരുന്നു. അതുപോലും ചെയ്തില്ല. പാവപ്പെട്ട കുട്ടികൾക്ക് വെള്ളം ചോദിക്കുകയാണ്. അടുത്ത വാഹനം പോകുമ്പോ വെള്ളമുണ്ടോ? 2 മണിക്കൂറും 3 മണിക്കൂറും ബ്ലോക്കിൽപ്പെട്ട് അമ്മമാർ കുട്ടികൾക്ക് വേണ്ടി വെള്ളം ചോദിക്കുകയാണ് അടുത്ത പോകുന്ന വാഹനത്തോട്. വെള്ളമുണ്ടോ? ഇത്രയും ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ട് എന്ത് ഇടപെടലാണ് ഒരു സർക്കാരും ഭരണകൂടങ്ങളും നടത്തുന്നത്? ഇതിങ്ങനെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഞങ്ങൾ പ്രക്ഷോഭം നടത്താൻ മാത്രമുള്ളവരല്ല, കാര്യം പറയാൻ മാത്രമുള്ളവരല്ല. ഇടപെടാൻ പരമാവധി ശ്രമിച്ചു. ആ പരാജയപ്പെടുത്തുന്നതാണ് ഇതിന്റെ ഏകോപനത്തിലെ ഗുരുതര പാളിച്ചയുള്ള കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് സമരം മാറ്റാൻ തീരുമാനിച്ചത്. ഒരു കാരണവശാലും ഈ സംവിധാനത്തെ ഇങ്ങനെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് ഉത്തരവാദപ്പെട്ടവരോട് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുക. ഗുരുതരമായ പാളിച്ചയാണ്. ഇന്നലെ തീരുമാനം വന്നു, മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം. ഇന്നലെയാണോ വരേണ്ടത്? ഇന്ന് വരേണ്ട തീരുമാനമാണ്.
ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം വരേണ്ട തീരുമാനമാണോ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം? മൾട്ടി ആക്സിൽ വാഹനങ്ങൾ മാത്രമല്ല, ബിൽഡിംഗ് മെറ്റീരിയൽസുമായി വരുന്ന ഒരു നിരന്തരം വരുന്ന വാഹനങ്ങളുണ്ട്. പീക്ക് അവേഴ്സിൽ അവർ സഞ്ചരിക്കരുത്. എടുത്ത തീരുമാനം, എല്ലാ തീരുമാനം എടുത്തിരുന്നു, പക്ഷെ നടപ്പിലാക്കിയില്ല. അപ്പൊ അതുകൊണ്ട് വയനാടിനെ രക്ഷപ്പെടുത്താൻ നാഷണൽ ഹൈവേ 766 ഹൃദയധമനിയായിട്ടുള്ള ചുരം കുരുക്ക് അഴിക്കാൻ സർക്കാർ ജില്ലാ ഭരണകൂടങ്ങളുടെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു സമരത്തിന് പുറപ്പെടാൻ തീരുമാനമെടുത്തത്. ഈ സമരത്തിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട താൽക്കാലിക പരിഹാരങ്ങളും പെർമനന്റ് പരിഹാരങ്ങളും സർക്കാരിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് മുമ്പിൽ ഇറങ്ങുന്നത്. ചുരം ഗതാഗത നിയന്ത്രണ സംവിധാനത്തിന് സ്ഥിരമായ സംവിധാനം ഏർപ്പെടുത്തണം. അതിന്റെ ഏകോപനത്തിനും അതിന്റെ നിയന്ത്രണങ്ങൾക്കും സ്ഥിരം സംവിധാനം ഉണ്ടാകണം. അതിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകണം. അതിൽ ലക്കിടിയിലും താഴെ അടിവാരത്തും 2 കൺട്രോൾ സെന്ററുകൾ ഉണ്ടാകണം. ആ കൺട്രോൾ സെന്ററുകളിൽ വയർലെസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങളെ ക്രമീകരിക്കാനുള്ള സൗകര്യമുണ്ടാകണം. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കും ബിൽഡിംഗ് മെറ്റീരിയൽ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്കും പീക്ക് അവേഴ്സിലും വീക്കെൻഡുകളിലും അതുപോലെ പ്രധാനപ്പെട്ട ആഘോഷ അവസരങ്ങളിലും അവർക്ക് പ്രവേശനം പരിമിതപ്പെടുത്തണം, കൊടുക്കാൻ പാടില്ല. ഏത് സമയത്തും ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ ആ വാഹനങ്ങളെ മെക്കാനിക്കൽ ഡിഫക്റ്റ് കൈകാര്യം ചെയ്യാനുള്ള മൊബൈൽ സംവിധാനം ഉൾപ്പെടെ ക്രെയിൻ സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തി ബഹുജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും ഫയറിന്റെയും ഒക്കെ സംവിധാനത്തിൽ ഒരു പെർമനന്റ് സംവിധാനം, ട്രാഫിക് ഉൾപ്പെടെ പെർമനന്റ് സിസ്റ്റം ഏർപ്പെടുത്താനുള്ള നടപടിക്ക് നേതൃത്വം കൊടുക്കണം. അവശ്യ ടേക്ക് എ ബ്രേക്ക് സംവിധാനത്തെ കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു ടേക്ക് എ ബ്രേക്ക് സംവിധാനവും ഏർപ്പെടുത്താൻ സാധിച്ചില്ല. ഒരു കുടിവെള്ളം കൊടുക്കാനുള്ള സംവിധാനം പോലും ഏർപ്പെടുത്തിയില്ല. 2 കൺട്രോൾ സെന്ററുകളുടെ സംവിധാനം ഇതിനനുസരിച്ച് വിപുലപ്പെടുത്താനുള്ള നടപടി ഉണ്ടാവും. പെർമനന്റ് സംവിധാനത്തിൽ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡും അതുപോലെ ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ ബൈപ്പാസും ഉടൻ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കപ്പെടണം. 6, 7, 8 വളവിന്റെ പൂർണ്ണതോതിലുള്ള വികാസ പ്രവർത്തനത്തിനുള്ള ചൗധരി കൺസ്ട്രക്ഷൻസിന്റെ നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിലാക്കാനുള്ള നടപടിയും സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇതിൽ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ പ്രമുഖർ ഈ സമരത്തിൽ പങ്കെടുക്കും. പ്രധാനപ്പെട്ട സാംസ്കാരിക സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ഇതിന്റെ ഭാഗമായി അണിചേരും.